എയ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എവിടെയൊക്കെ ബ്രാഞ്ചസ് ഉണ്ടോ അവിടെയൊക്കെ ഏറ്റവും നല്ല ക്വാളിറ്റി സ്റ്റഡി മെറ്റീരിയൽസും ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സിനെയും കൊണ്ട് ഏറ്റവും ടോപ്പേഴ്സിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. എന്തായാലും വയനാട് എയ്സിൽ പഠിച്ചിട്ടുള്ള നമ്മുടെ പേരെന്തായിരുന്നു? അനീഷ ചേച്ചിയാണ് നമ്മൾ കൂടെ ഉള്ളത്. എങ്ങനെയായിരുന്നു എയ്സുമായിട്ടുള്ള ഒരു ആ ട്രാവൽ അനുഭവം? എനിക്ക് ഒരു ബേസും ഇല്ലാതെ PSC എന്താന്ന് പോലും അറിയാതെയായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നെ കൊണ്ട് ഒരു ഇതിന് പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെ ഞാൻ എനിക്ക് പഠിച്ചെടുക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ അന്തരീക്ഷം, അതായത് എയ്സിലെ ഒരു അന്തരീക്ഷം എന്ന് വെച്ചാൽ ഒന്നും അറിയാത്ത ആളെ പോലും നമുക്ക് സർക്കാർ ജോലിയിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് ലഭിക്കും. അങ്ങനെ ഒരു ക്ലാസ്സുകളും അധ്യാപകരുടെ പരിശീലനം എല്ലാമാണ് നമുക്ക് എയ്സിൽ നിന്ന് ലഭിക്കുന്നത്. പിന്നെ കമ്പൈൻ സ്റ്റഡിയും ആയാലും ലൈബ്രറി ആയാലും മോഡൽ എക്സാം ഒക്കെ ആയാലും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആ ഒരു എയ്സിൽ നിന്ന് കിട്ടിയ ഒരു ബേസിലാണ് ഇപ്പൊ എനിക്ക് ഈ ഒരു 18ാം റാങ്ക് ലഭിച്ചത്. എന്തായാലും ഈ ഒരു സന്തോഷ നിമിഷത്തില് എന്താണ് എയ്സിനോട് പറയാനുള്ളത്? ഇപ്പൊ ഒരുപാട് വർഷം മുന്നെയാണ് ഞാൻ എയ്സിൽ പഠിച്ചെങ്കിലും ഈ ഒരു കോള് വന്നപ്പോൾ ഇങ്ങോട്ട് വരണമെങ്കിൽ എയ്സിലെ ആ അനുഭവമാണ്. അതായത് അധ്യാപകരുടെ ആയാലും സ്റ്റാഫിന്റെ ആയാലും എല്ലാവരുടെ ഒരു അവരുടെ ഒരു ഉദ്യോഗാർത്ഥിയെ എങ്ങനെ ഇതിലേക്ക് നയിക്കാന്ന് പറയുന്ന അവരുടെ ഒരു പരിശീലനമാണ് ഞാൻ ഇവിടെ എത്തിച്ചത്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് എയ്സിലും എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും അധ്യാപകർക്കും. എയ്സിന്റെ ഒരു പരിശീലനമായിരുന്നു ഈ ഒരു റാങ്ക് ലിസ്റ്റിലുള്ള അടിത്തറ. അതെ അതെ. എന്തായാലും ഇനി എഴുതാനിരിക്കുന്ന LPSC UPSC എഴുതാനിരിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? നിങ്ങൾ ഏറ്റവും നല്ലൊരു സ്ഥാപനത്തിലേക്ക് വരിക. നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ പോലും എയ്സ് പോലുള്ള ഒരു സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അടിത്തറ ലഭിച്ച് ഒരു നല്ല വിജയം ലഭിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിട്ടും പറയാൻ പറ്റും. കാരണം എനിക്ക് ഇത് കിട്ടണമെങ്കിൽ അത് എയ്സിൻ്റെ ഒരു അടിത്തറ എനിക്ക് നല്ലപോലെ PSCക്ക് എന്താണോ കൊടുക്കേണ്ടത് അത് നന്നായിട്ട് നമുക്ക് എയ്സിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പൊ എന്തായാലും എയ്സിലേക്ക് വരിക. ഒപ്പം നല്ല മെന്റേഴ്സ് ഒക്കെ നമുക്ക് ആവശ്യമാണ് അല്ലെ? എയ്സിലെ മെന്റേഴ്സിന്റെ ഒരു ഡിസ്കഷനും ഗ്രൂപ്പ് ഡിസ്കഷനും ഒക്കെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ പങ്കുവയ്ക്കാമോ? അതായത് നമുക്ക് ഒരു കോൺഫിഡൻസ് ആണ്, ഒരു മോട്ടിവേഷൻ വേണം PSCക്ക് എപ്പോഴായാലും. അതായത് ഇപ്പൊ കോവിഡ് വന്നപ്പോഴായാലും നമുക്കിത് കിട്ടുമോ അല്ലെങ്കിൽ എത്ര വർഷം നമ്മളിത് എടുക്കും എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. പക്ഷെ അത് എപ്പോഴായാലും ഏതൊരു സാഹചര്യത്തിലായാലും നമുക്ക് നല്ല പോലെയുള്ള മോട്ടിവേഷൻ, അതായത് ഇനിയും പുതിയൊരു എക്സാം അറ്റൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ എനിക്കിത് കിട്ടിയില്ല, ഒരു എക്സാം നമുക്ക് കിട്ടിയില്ലെങ്കിൽ അടുത്തൊരു എക്സാമിന് അത് ലഭിക്കാനുള്ള ഒരു മോട്ടിവേഷൻ എന്തായാലും നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കാന്നാണ് പറഞ്ഞത്. അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.